ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൊക്കോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് കൊക്കോ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ കൊക്കോ നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് അത് ഉണക്കുന്നതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ കൊക്കോ കുരു അതിന്റെ ഈ കൊക്കോയിൽ നിന്ന് സീഡ് മാറ്റിയിട്ട് നമ്മൾ വെറുതെ വെളുത്തിട്ട് ഉണങ്ങിയാൽ അതിന്റെ ശരിയായ പ്രോസസ്സിങ് നടക്കത്തില്ല. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കൊക്കോക്കായ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെല്ലാം ഇത് വെട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കണ്ടോ, ഇതാണ് ഈ കൊക്കക്കുരുവിൻ്റെ ഇങ്ങനെ ഇരിക്കുക. അത് നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഈ സീഡ് മാത്രമായിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഇടണം. ഈ തൊണ്ട് വെറുതെ കളയണ്ട. പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാം. ആടിനൊക്കെ മുറിച്ച് കൊടുത്താൽ കഴിച്ചോളും. നമ്മളിവിടെ പശുക്കൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇത് നമ്മൾ വേർപ്പെടുത്തി എടുക്കും. അങ്ങനെ വേർപ്പെടുത്തി എടുത്ത് ഇത് സമയാസമയത്ത് നമ്മൾ കൊക്കോക്കായ പറിക്കണം കേട്ടോ. അതാണ് ഈ അണ്ണാന്റെ എല്ലിയുടെയും മരപ്പട്ടിയുടെയും ഒക്കെ ഭയങ്കര ശല്യമാണ് കൊക്കോ കൃഷിയെ നമുക്ക് ഏറ്റവും ബാധിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ അത് പറിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കർഷകന് അധിക വരുമാനം കിട്ടുന്ന ഏറ്റവും നല്ല ഒരു കൃഷിയാണ് കൊക്കോ കൃഷി. അങ്ങനെ നമ്മളിതെല്ലാം പൊട്ടിച്ച് ഇതിന്റെ പൾപ്പ് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു. അപ്പം ഇതുപോലെ നമുക്ക് ഇതിന്റെ കുരുക്കൾ കിട്ടും. പിന്നെ നമ്മൾ ഇതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ 5 ദിവസം തൊട്ട് 7 ദിവസം വരെ നമ്മൾ ഇതിനെ പുളിപ്പിക്കാനായിട്ട് വെക്കണം. ഇതിന് ഫെർമെന്റേഷൻ നടത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യുക, ഒന്നെങ്കിലും ഒരു ചാക്കിനകത്ത് കെട്ടിവെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബക്കറ്റുകളിൽ വെച്ചിട്ട്. പക്ഷെ ബക്കറ്റിൻ്റെ അടിയിൽ ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അതങ്ങോട്ട് കുറച്ചൊക്കെ ഒഴുകിപ്പോകും. അപ്പോൾ ചാക്കാവുമ്പോൾ ആ ചാക്കിന്റെ സൈഡിൽ കൂടെയുള്ള ഇതോടെയൊക്കെ ചെറിയതിലൂടെയൊക്കെ നമ്മുടെ ഈ ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടന്റ് വരും, അതെല്ലാം ഒഴുകിപ്പോകും. പക്ഷെ ചാക്കാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നിലയ്ക്കാൽ മതി. ഈ ബക്കറ്റാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു പ്രാവശ്യം നമ്മളിത് താഴേന്ന് എടുത്ത് ഇങ്ങനെ ഇളക്കണം. അങ്ങനെ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ വെളുത്ത കുരുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു കോഫി ബ്രൗൺ കളറിലേക്ക് വരും. പിന്നെ ഒരു പുളിച്ച മണവും വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഫെർമെന്റേഷൻ നടന്നു, ഇത് ഉണക്കാറായിന്ന്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ അങ്ങനെ ഇളക്കി വെച്ചില്ല എങ്കിൽ ഇതിന്റെ ഫെർമെന്റേഷൻ നടക്കത്തില്ല. ഇതിന് മോൾവശം എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ വരും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നല്ല വെയിലത്തിട്ടിട്ട് ടാർപ്പായയിലോ നമ്മളിവിടെ ഇടുന്നത്, അങ്ങനെ നല്ല വെയിലത്തിട്ട് നമ്മൾ ഇതിനെ ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണങ്ങിയ കുരു വാങ്ങാനായിട്ട് കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരും. ഇപ്പം നല്ല വിലയുണ്ട് കൊക്കോക്കുരുവിന്. അങ്ങനെയാണ് ഈ കൊക്കോക്കുരുവിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. കൊക്കോക്കുരു ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഒരു നല്ലപോലെ പ്ലാസ്റ്റിക് ചാക്കിൽ കവറിലൊക്കെ ആക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിൽ കൂടുതൽ സുഖമായിട്ട് അത് കേടുകൂടാതെ ഇരുന്നുള്ളൂ. അപ്പോൾ വില അനുസരിച്ച് നമുക്ക് വില കൂടുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് നല്ല സൂര്യപ്രകാശത്തിലെ കട്ടി കുറഞ്ഞ് അങ്ങോട്ട് പരത്തി കഴിഞ്ഞാൽ ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പോലെ ഉണങ്ങി നമുക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ ഉണങ്ങി വെക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് വില കൂടുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരിച്ച് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ കൊക്കോ കൃഷി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ കൊക്കോ കായ കേടുകൂടാതെ നമുക്ക് വിറ്റ് ഒരു വരുമാനമാക്കി മാറ്റാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് പുളിപ്പിക്കുന്നതെന്ന് അറിയാത്ത ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.